लेकिन साथियों, उसमें से बहुत % समानता के लिए काम कर रहे हैं। और साथियों, जिस दिन आपकी ताकतें बनती दिखाई देगी, वो समाज उधर ना जाकर इधर खड़ा होगा, आप इस देश की बड़ी ताकत बनेंगे। जिस दिन बड़ी ताकत बनेंगे तो साथियों, इस देश में नस्ते नाबूद की तरफ फिरका फिरस्ती के लोग जाएंगे और साथियों उनको जगह स्थान नहीं मिलेगा तो वो या देश छोड़ने के लिए स्वयं मजबूर हो जाएंगे। और साथियों, या तो वो जेल के अंदर होंगे या देश छोड़ के चले जाएंगे, क्योंकि उन्होंने इतने गुनाह किए हैं जो गुनाह माफ नहीं किए जा सकते हैं। इस देश को लूटा है, इस समाज को लूटा है, उसे रोकने के लिए आपको बड़ी ताकत बनाना होगा। പിന്നോക്ക വിഭാഗങ്ങളൊക്കെയും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ളൊരു ശക്തമായ മൂവ്മെന്റ് ഈ രാജ്യത്ത് അനിവാര്യമായിട്ടുണ്ട്. ആ അനിവാര്യമായ ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെറിയ ശതമാനം ആളുകൾ മാത്രമേ നമുക്കതിലേക്ക് ആകർഷിക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മളൊന്നായി ഇതിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇതിനെ ചെറുക്കാൻ വിഘടനവാദികളായ ആളുകൾ, ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി നമുക്കെതിരെ മുന്നോട്ട് വരുന്നു എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ശക്തികളെ ഇവിടെ വളർന്നു വരാൻ നമുക്ക് അനുവദിച്ചുകൂടാ. അവർ ജീവിക്കേണ്ടത് ഒന്നുകിൽ ജയിലറയ്ക്കുള്ളിലാണ്, അല്ലെങ്കിൽ അവർ ഈ രാജ്യം വിട്ട് പുറത്തു പോകണമെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. साथियों, एक अभी पेपर में छपा हुआ है, गुजरात में अशोक मोची जैसे लोगों को गुमराह करके ऐसा कांड कराया गया जो कुतुबुद्दीन जैसे माफी मांग रहे हैं, उनको वो कुचल रहा है। लेकिन कल वो पेपर में छपा है कि वो एक साथ फिर से आ गए हैं। और साथियों, उसने गलती मानी है मोची ने कि हमने गलत किया था, मेरे द्वारा कराया गया था, हम दोनों सगे भाई हैं, हम अलग नहीं हो सकते हैं, हम एक साथ रहेंगे। तो साथियों, जो दलितों के अंदर गलत फहमियां पैदा की गई हैं, तो इसी तरह से हमें पूरे देश के लोगों के अंदर से वो गलत फहमियां हटानी है और इस देश में फिर से एक साथ खड़े होने का एक माहौल बनाना है। ये इसलिए मैं कह रहा हूं फिर से, यह देश जब आजादी की लड़ाई हो रही थी तो बाबा साहब डॉक्टर भीमराव अंबेडकर को अपनी मीटिंगों करने के लिए कोई स्थान नहीं दिया करता था। तो साथियों, ये इस्लाम के लोग, मुसलमान समुदाय के लोग उन्हें जगह देते थे, वो मीटिंगें करते थे। यहां तक कि साथियों, उन्हें चुनाव 46 में हराया गया और ये कहा गया कि हम खिड़की दरवाजा ही नहीं, इनके लिए रोशनदान भी बंद कर दिए हैं। तो साथियों, मुस्लिम लीग ने चटगांव से जोगेंद्र मंदिर को त्याग पर दिलवाकर उनको वहां से जितवा कर भेजा, इसलिए कि लाखों लोगों की आवाज दब जाएगी, बंद हो जाएगी। इसलिए डॉक्टर अंबेडकर को उस कॉन्स्टिट्यूएंसी असेंबली में पहुंचना बहुत आवश्यक है। നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യം, ഇന്നത്തെ പത്രങ്ങളിൽ ഒരു വാർത്ത നിങ്ങളൊക്കെ വായിച്ചു കാണും. ഗുജറാത്തിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കലാപകാരികളുടെ നേതാവായി മാറിയ അശോക് അമോദിനും ആ കലാപത്തിന് ഇരയായ നമ്മളൊക്കെ പത്രങ്ങളിൽ കണ്ടതാണ് ഒരു കുപ്പ് കൈയോടെ നിൽക്കുന്ന കുതുബുദ്ദീൻ അൻസാരിയുടെ ഫോട്ടോ. ആ കുതുബുദ്ദീൻ അൻസാരിയെയും അശോക് ബത്തായിയെ രണ്ടുപേരെയും ഒന്നിച്ചൊരു വേദിയിൽ അണിയത്തപ്പെടുകയുണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങൾ ഭായിമാരാണ്, ഞങ്ങൾ സഹോദരന്മാരാണ്, ഞങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുകയുണ്ടായി. നമുക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ മുഴുവൻ ദളിതരും പിന്നോക്ക യുവാക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മളൊക്കെ ഭായിമാരാണെന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തിൽ നമുക്കറിയാം, ഡോക്ടർ അംബേദ്കറിന് പ്രസംഗിക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ പോലും നൽകാൻ ഈ രാജ്യത്തെ ചില സവർണ തമ്പുരാക്കന്മാർ തയ്യാറായിരുന്നില്ല. അന്ന് ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്, അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള സ്ഥലങ്ങൾ അറേഞ്ച് കൊടുത്തത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പോട്ടുള്ള പ്രവിശ്യയിൽ ജോഗേന്ദ്ര മന്ദിരെ പോലെയുള്ള ആളുകളുടെ ശ്രമങ്ങൾക്ക് ഊർജം നൽകിയതും അത്തരം സംഭവങ്ങളായിരുന്നു എന്ന കാര്യം സാന്ദർഭികമായി നമ്മൾ ഓർക്കണം. साथियों, लेकिन ये सब लाने के लिए किसी न किसी को आगे चलना होगा। मैं समझता हूं इस देश को आजाद कराने में
मुसलमान समुदाय के मौलाना समुदाय ने, मौलाना साथियों ने अपनी कुर्बानी दी, शहादत दी, तब ये देश आजाद हुआ था। तो आज इस फिरका फिस्ती को खत्म करने के लिए फिर से जरूरत है मुसलमान साथियों की। उन्हें इस देश की धुरी बनना है, उस धुरी के साथ जोड़ना होगा दलित को, पिछड़ों को, सिखों को और क्रिश्चियन को जोड़ना होगा। ये आपकी जिम्मेदारी बनती है। जिस दिन आप धुरी बनेंगे, केंद्र आप बनेंगे, तो साथियों ये सब आपके साथ खड़े होंगे और यह देश फिर से इक्वलिटी का बनेगा, फिर से समानता का बनेगा, फिर से इस देश में हर व्यक्ति का सम्मान होगा, हर धर्म का सम्मान होगा। तो साथियों आप सबको आगे आना है। अभी നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുള്ള ഒരു പോരാട്ടം തന്നെ അനിവാര്യമാണ്. സ്വാതന്ത്ര്യ സമരം നമുക്ക് ഓർമ്മയില്ലേ? ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ മുസ്ലിങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മൗലാന മുഹമ്മദിന്റെയും ഷൗക്കത്തിന്റെയും നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ഇതാ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയം സമാഗതമായിരിക്കുന്നു. ഇവിടെ മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ശക്തമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയില്ലെങ്കിൽ ഈ രാജ്യത്ത് നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ സംജാതമാകും. അതുകൊണ്ട് മൗലാന മുഹമ്മദിനുമാണ് നമുക്ക് കാണിച്ച മാർഗം ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ മുദ്രാവാക്യവുമായി നമുക്ക് മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് നമുക്ക് ഏകതയും സമത്വവും ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. साथियों यदि आप आगे बढ़ेंगे तो यह देश में एक नया मिसाल कायम होगी। इसके साथ साथ एक दोस्ती को कमजोर करना होगा, तब ये दोस्ती बढ़ सकती है। जो अक्सर कहा जाता है हिंदू मुस्लिम भाई भाई, तो साथियों इस कड़ी को कमजोर करना होगा, क्योंकि जब से हिंदू मुस्लिम का दोस्ताना बढ़ा है तब से आतंकवाद बढ़ा है, तब से फिरका फिरस्ती की ताकत मजबूत हुई है। इस देश में हिंदू, चूंकि दलित हिंदू नहीं है, पिछड़ा हिंदू नहीं है, इसलिए आपको सीधे दोस्ती करना होगा दलित से, पिछड़े से, सिख से, क्रिश्चियन से। ये सीधे दोस्ती बनानी होगी। किसी के माध्यम से दोस्ती अगर बनाएंगे तो इस देश में कत्लेआम नहीं बंद होगा, आतंकवाद नहीं बंद होगा, भाईचारा खत्म होते नजर आएगा। നമുക്കറിയാം ഈ രാജ്യത്ത് ചില ആളുകളെ ദളിത് ഹിന്ദുവും അതുപോലെ ക്രിസ്ത്യൻ ഹിന്ദുവും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിന്റെ ആവശ്യമില്ല. നേർക്ക് നേരെ തന്നെ ഈ രാജ്യത്ത് ദളിതനുമായും പിന്നോക്ക ജനവിഭാഗങ്ങളുമായും മുസ്ലിങ്ങളുമായും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിശക്തമായൊരു മുന്നേറ്റത്തിന് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യം സംജാതമായാൽ മാത്രമേ ഈ രാജ്യത്ത് വിഘടനവാദം ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ വിഘടനവാദികളെ തുരത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഏകതയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ മുന്നേറ്റം, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് നമ്മളിവിടെ പ്രതിജ്ഞ എടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. सम्मानित साथियों, हमने तो ये संकल्प लिया है कि आईएनएल के बैनर के नीचे इतनी मजबूती लाऊंगा कि यह देश की सरकार बने, दूसरा स्टेटों की सरकार बने। तो साथियों, क्या आप ये संकल्प लेते हैं? यदि आप संकल्प लेते हैं तो खुलकर ये संकल्प लीजिए कि आईएनएल इस देश की बड़ी पार्टी बनेगी, बन रही है, हमें उसे बड़ी पार्टी बनाना है। तो बड़ी पार्टी बनाने के लिए हमें बहुत सी चीजों को जरूरत पड़ती है, हमें धन की भी जरूरत पड़ेगी। तो साथियों, धन अगर मंथ में अपनी इनकम का एक दिन का उसमें डिवोशन करेंगे तो साथियों यह देश की बड़ी ताकत बन सकती है। आईएनएल की इस देश में ശക്തി ബൻകർ സർക്കാർ ബനാ സക്തി ഹൈ. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു മുന്നേറ്റം ഈ രാജ്യത്ത് സംജാതമാകണമെങ്കിൽ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഐഎൻഎല്ലിന്റെ ഭരണകൂടം നിലവിൽ വരേണ്ടതായിട്ടുണ്ട്. അതിനനുകൂലമായ സാഹചര്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പണത്തിന്റെ കുറവുണ്ട്, സൗകര്യങ്ങളുടെ കുറവുണ്ട്. അതിന് നിങ്ങൾ ഒരു ദിവസം ഓരോ ആളുകളും അവരുടെ വരുമാനത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം
പാർട്ടിക്ക് വേണ്ടി വരാൻ നൽകാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് ഇന്ത്യ രാജ്യത്ത് സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. तो साथियों, यदि आप संकल्प लेते हैं तो हाथ उठाकर कहिए कि मैं संकल्पित हूं, इस देश में आईएनएल की सरकार बनाना है, इस स्टेट में सरकार बनाना है, ये इस लक्ष्य होना चाहिए, ये लक्ष्य हमारा है, ये लक्ष्य आपका होना चाहिए, तो साथियों हम कामयाब होंगे. ഈ 1 ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുയർന്നു വരേണ്ട മുദ്രാവാക്യം അതിശക്തമായി മുഷ്ടിചുരുട്ടിക്കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ഇന്ത്യൻ നാഷണൽ ലീഗിലൂടെ ഞങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. കരമുഷ്ടി ഉയർത്തിക്കൊണ്ട് അത്യുജ്വലമായ മുദ്രാവാക്യം ഉയർത്താൻ നമുക്ക് എന്ന് സാധിക്കുന്നുവോ അന്ന് മാത്രമേ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിംഹാസനം തിരിക്കാൻ ഇന്ത്യൻ നാഷണൽ ലീഗിന് നേതൃത്വം സാധിക്കുകയുള്ളൂ. അത്തരമൊരു ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകണം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. साथियों, अब हम सभी लोग एक संकल्पित हैं कि इस देश की सरकार आईएनएल की बने और इन स्टेटों की सरकारें भी आईएनएल के अधीन हो, आईएनएल की हो. तो साथियों, हमें उसी दिशा में कार्य करना होगा, क्योंकि हमेशा से चाहे इस्लाम के लोग रहे हों, चाहे सिख रहे हों, चाहे दलित या पिछड़ा रहा हो, हमेशा वो देश की मजबूती के लिए काम करता रहा है. लेकिन इस देश में एक समाज है जो उस मजबूती को खत्म करने की कोशिश करता रहा है. तो साथियों, हम उनसे बगैर डरे हुए, बिना भयभीत हुए हम इस देश को आदर्श भारत बनाने का काम करेंगे. ये हमारा संकल्प है. इसी संकल्प के साथ मैं अपना विचार समाप्त करता हूं और इसका मैं आगे बढ़ाने के लिए मैं उद्घाटन करता हूं. इस सेमिनार को आगे चलाना है. इस सेमिनार के तहत इस पूरे देश में एक माहौल पैदा करना है कि यह देश सबका है, तो ये एहसास भी हो कि यह देश हमारा है. धन्यवाद साथियों. जय भारत, जय भीम. നമ്മളങ്ങനെ ചുരുങ്ങി ചിന്തിക്കേണ്ടവരല്ല. ഈ രാജ്യത്തിന്റെ ഭരണം തന്നെ കയ്യാളെ വരേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകണം. രാജ്യത്തെ ദളിതനെയും പിന്നോക്ക വിഭാഗക്കാരനെയും സിഖുകാരനെയും ക്രിസ്ത്യാനിയെയും ഒറ്റക്കെട്ടായി സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ വിഘടനവാദികൾക്ക് മുന്നേ മുട്ടുമടക്കേണ്ടവരല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ആദർശവൽക്കരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഉദാഹരണങ്ങളായി ഞങ്ങൾ മാറും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യം നമ്മുടേതാണ്. ഇതാർക്കും തീരെ കൊടുക്കേണ്ടതല്ല. ഈ രാജ്യം മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഈ രാജ്യത്തെ അധസ്ഥിതി പിന്നോക്ക വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുമെന്ന ഉഗ്ര പ്രതിജ്ഞയോടുകൂടി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.